പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ജോബ് പറഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്നലെ നമ്മൾ കണ്ടു ജോബിൻ്റെ പുസ്തകം 19 അധ്യായത്തിൽ 1 വാക്യം. ജോബ് പറഞ്ഞു. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ജോബിൻ്റെ പുസ്തകം 21 വാക്യം, 21 അധ്യായം 1 വാക്യം. ഇവിടെയും പറയുകയാണ് ജോബ് പറഞ്ഞു. ജോബ് പറഞ്ഞു. എന്തായിരിക്കും ജോബ് പറഞ്ഞത്? 2 വാക്യം, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുവിൻ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുവിൻ. ജോബ് സംസാരിക്കുകയാണ്. നമുക്കറിയാം ജോബിൻ്റെ ജീവിത ചരിത്രം കുടുംബത്തോട് ചേർന്ന് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 19 ദിവസമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വചനം. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ജീവൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ സമാധാന ദൂതൻ കടന്നു വരണമേന്നും പരിശുദ്ധ അമ്മ, വചനമായ പരിശുദ്ധ അമ്മ കടന്നു വരണമേന്നും പുത്രൻ മഹത്വപ്പെടുവാൻ സ്വർഗീയ പിതാവായ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്കിത് സാധിച്ചു തരണമേന്നും ഞങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും എല്ലാ കുറവുകൾക്കും അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി. കർത്താവ് ഞങ്ങളോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ജോബിൻ്റെ പുസ്തകം 21 അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വചനം ശ്രവിക്കാം. ജോബ് പറഞ്ഞു, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയും. ജോബ് പറയണം മറ്റുള്ളവരോട്. കുറ്റം പറയുമ്പോൾ ജോബ് കുറേശ്ശെ സംസാരിക്കാനൊക്കെ തുടങ്ങി. രോഗം അല്പം ഭേദപ്പെട്ടു വന്നിട്ടിരിക്കുന്നു. കാരണം ഇന്ന് 10-20 ദിവസം ഇങ്ങനെ വചനം കേട്ട് പോകണമെന്ന് 21 അധ്യായമാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജോബ് പറയണം, എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനം അതായിരിക്കട്ടെ. നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ സമാശ്വാസം അതായിരിക്കട്ടെ. അല്പം സംസാരിക്കാൻ എന്നെ അനുവദിക്കൂ. ജോബിനെ സംസാരിക്കാൻ മറ്റ് സ്നേഹിതന്മാരൊന്നും വിടില്ല. അവനെ അടിച്ചമർത്തിയിരിക്കുക. കാരണം ജോബ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അവൻ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരും. എന്താണെന്നാ നമുക്ക് കാണാൻ പറ്റുമല്ലേ? 1 അധ്യായം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ വളരെയധികം സമ്പത്തുള്ള ജോബായിരുന്നു. പെട്ടെന്ന് സാത്താൻ്റെ കിങ്കരന്മാർ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആടുമാടുകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി ഒരു കൊടുങ്കാറ്റടിച്ച് അവരെ മക്കളെല്ലാം കെട്ടം സഹോദരൻ്റെ ഫ്രണ്ടിൽ വിരുന്നിലിരുന്നപ്പോൾ തകർന്ന് മരിച്ചു പോകുന്നില്ല. ജോബ് മേലെങ്കിൽ വലിച്ച് കെട്ടിയിട്ട് അവൻ നിവർന്നു നിന്നു. എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയാലും ഞാൻ തളരുകയില്ലെന്നുള്ളതിൻ്റെ ഒരു ശൈലി അവൻ പുറത്തേക്കെടുത്തു. അപ്പോഴാണ് ജോബിൻ്റെ ഭാര്യ അവന് ഇട്ട് പണി കൊടുക്കുന്നത്. എന്താണ്? മനുഷ്യ എന്നാണ് വിളിക്കുന്നത് ജോബിൻ്റെ ഭാര്യ. കാരണം സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴും ജോബ് തളർന്നില്ല. അവസാനം സാത്താന് മുമ്പിലേക്ക് വീണ്ടും വരികയും
അപ്പോ സാത്താൻ വീണ്ടും ചോദിച്ചു, എല്ലാം നശിപ്പിച്ചിട്ടും അവൻ മുട്ടുമടക്കുന്നില്ല, അപ്പോൾ എൻ്റെ ശരീരത്തിൽ കയറി ഞാൻ പണി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് അത് അനുവദിച്ചു. എന്നാൽ ഒരു കണ്ടീഷൻ, അവൻ്റെ ആത്മാവിൽ നീക്കുകൾ. അങ്ങനെയാണ് അവൻ വന്ന് അവൻ്റെ ശരീരത്തിൽ രോഗപീഠ സഹനങ്ങൾ കയറ്റിവെക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 3-ാം വാക്യം, അല്പം സംസാരിക്കാൻ എന്നെ അനുവദിക്കൂ. അല്പം സംസാരിക്കാൻ എന്നെ അനുവദിക്കുന്നു ജോബ് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പരിഹാസം തുടരാം. അപ്പോൾ പരിഹാസിക്കുകയാണ് ജോബിനെ, അല്ലേ? വരുന്ന സ്നേഹിതന്മാരും ബന്ധുക്കാരും അയൽവാസികളും ഒക്കെ കാണാൻ വരുമ്പോൾ അവനെ പരിഹസിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജോബ് പറയണത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ പരിഹാസം തുടരാം. എൻ്റെ ആവലാതി മനുഷ്യനെതിരായിട്ടാണോ? ജോബ് ചോദിക്കുകയാണ്, എൻ്റെ ആവലാതി മനുഷ്യന് എതിരായിട്ടാണോ? ആദ്യം അവൻ മനുഷ്യനെതിരായിട്ട് തന്നെ കുറേ പറഞ്ഞിട്ടുണ്ട്, എന്നെ കുറ്റപ്പെടുത്തുന്നു, അങ്ങനെയൊന്നും മിണ്ടാണ്ടിരിക്കുന്നത്, സംസാരിക്കാൻ പറ്റില്ല, നിറച്ച് വൃണങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എങ്ങനെ ഞാൻ എന്നെ നോക്കി നിങ്ങൾ സംതൃപ്തരാകും? എങ്ങനെ ഞാൻ എന്നെ തന്നെ നോക്കി ഞാൻ ക്രൂരത പ്രവർത്തിക്കും? ജോബ് ചോദിക്കുന്നു. മറ്റുള്ളവരെല്ലാം കുറ്റപ്പെടുത്തുമ്പോഴും ജോബ് ഒറ്റപ്പെട്ടു പോയി നിൽക്കും, ആരുമില്ല. പക്ഷേ കർത്താവ് ഉണ്ടെന്നുള്ളത് അവൻ അറിയുന്നുണ്ട്. ദൈവം ഉണ്ടെന്ന് എനിക്ക് അവൻ ഇന്നലെ പറഞ്ഞു, ഇന്നലെ നമ്മൾ കണ്ടു. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. 5-ാം വാക്യം, എന്നെ നോക്കി നിങ്ങൾ സംതൃപ്തരാകുവിൻ, കൈകൊണ്ട് വാ പൊത്തുവിൻ. ജോബ് പറയുന്നു, കൈ കൊണ്ട് നിങ്ങൾ വാ പൊത്തുവിൻ. ഉണ്ടരുത്, ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ സംസാരിക്കരുതെന്ന് ജോബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ജോബിനെ പരിഹാസം തുടരണവർ ഓരോരുത്തരും വന്ന്. ഹല്ലേലൂയ. അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു. എന്താണ്? ആ വരുന്നവരൊക്കെ ഓരോ കാര്യങ്ങൾ, കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുക. അപ്പോൾ ജോബ് പറയുന്നു, എൻ്റെ ശരീരം വിറകൊള്ളുന്നു. അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു. എൻ്റെ ശരീരം വിറകൊള്ളുന്നു. കാരണം നമ്മൾ കണ്ടു, ജോബ് കർത്താവായ ദൈവം വേലി കെട്ടി സംരക്ഷിച്ച ഒരു വ്യക്തിയാണ്. ധാരാളം സമ്പത്ത്, നല്ല മിടുക്കന്മാരായ മക്കൾ, 10,000 ഒട്ടകങ്ങളും 6,000 ആടുകളും പശുക്കളും എല്ലാം ഈ ജോബിനുള്ളപ്പോൾ ഒന്നിനും ജോബിന് കുറവില്ല. ദൈവമായ കർത്താവ് വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. അപ്പം അതൊക്കെ നശിച്ചു പോയപ്പോൾ ജോബ് പറയുന്നു, അതേപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു. ആ കഴിഞ്ഞ കാര്യങ്ങൾ, സത്തെല്ലാം നശിച്ചു, തട്ടിക്കൊണ്ടുപോയി. അവസാനം മക്കള് വിരുന്നിലിരുന്നപ്പോൾ കെട്ടിടം തകർന്നു വീണു, ഒക്കെ മരിച്ചും പോയി. അത് കേൾക്കുമ്പോൾ, അത് ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു. എൻ്റെ ശരീരം വിറകൊള്ളുന്നു, എൻ്റെ ശരീരം വിറയ്ക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയമാണ് ജോബിന്. ഭയവും വിറവലും ദുഃഖവും അവന് പിടികൂടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. 7-ാം വാക്യം,
ദുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ ആടുമാടുകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി കൊള്ള ചെയ്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ദുഷ്ടന്മാർ, അവരൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ജോബ് അവരോട് ചോദിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. സന്തതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടുന്നതിനെ കാണാൻ അവർ ജീവിച്ചിരിക്കുന്നു. സന്തതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടുന്നതും കാണാൻ അവർ ജീവിച്ചിരിക്കുന്നതും എന്തുകൊണ്ട്? അവരുടെ ഭവനങ്ങൾ ഭയം ഏറിയതോ സുരക്ഷിതമായിരിക്കുന്നു. അവരുടെ ഭവനങ്ങൾ ഭയം അറിയാതെ സുരക്ഷിതമായിരിക്കുന്നു. ഇത്രയൊക്കെ അവർ കൊള്ളയടിച്ച് സ്വത്തൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ടും അവരും അവരുടെ മക്കളും ഒക്കെ കുടുംബങ്ങളൊക്കെ ഒരു ഭയമില്ലാണ്ട് സുരക്ഷിതരായിട്ട് കഴിഞ്ഞു പോയിരുന്നു. ഞാനോ? ജോബ് അങ്ങനെയാണോ? ജോബ് കർത്താവിൻ്റെ ഒരു ദാസനാണ്. അത് കർത്താവിൻ്റെ വായിൽ നിന്നും കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവരിത്രയും വലിയ അതിക്രമങ്ങളും കൊള്ളയൊക്കെ ചെയ്തിട്ട് ഇവരെങ്ങനെ ജീവിച്ചു പോകുന്നു എന്നൊക്കെ ജോബ് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ പതിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ശിക്ഷ അവർക്ക് അവരുടെ മേൽ പതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതോ എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ വന്നത്? ജോബ് ചിന്തിക്കുന്നു. ഒരുപക്ഷെ ദൈവം വലിച്ചിട്ടായിരിക്കും, പക്ഷെ അവർക്കത് സംഭവിച്ചിട്ടില്ല. അവരുടെ കാളകൾ പഴകാതെ ഇണചേരുകയും. അപ്പോഴാണ് ജോബിൻ്റെ കാള പശുക്കളെയൊക്കെ പറ്റി ഓർക്കുന്നത്. അവൻ പറയുന്നത്, അവരുടെ കാളകൾ പഴകാതെ ഇണചേരുകയും അവരുടെ പശുക്കൾ അലസിപ്പോകാതെ ചത്തുപോകാതെ ഗർഭപാത്രത്തിൽ അലസിപ്പോകാതെ പ്രസവിക്കുകയും ചെയ്യുന്നു. ജോബ് പറയുക, അവരുടെ മാട് കാളുകളെല്ലാം സുരക്ഷിതമായി, പശുക്കളാണെങ്കിലോ കുഞ്ഞ് വയറ്റിൽ ചത്തുപോകാതെ അലസിപ്പോകാതെ സുരക്ഷിതമായി പ്രസവിക്കുകയും ചെയ്യുന്നു. അവർ താങ്കളുടെ മക്കളെ ആട്ടിൻ പറ്റത്തെ എന്ന പോലെ പുറത്തേക്ക് അയക്കുന്നു. ആ തട്ടിക്കൊണ്ടുപോയ ആ കുടുംബത്തിലെ അവർ മക്കളെയെല്ലാം ആട്ടിൻ പറ്റങ്ങളെ നമുക്ക് കാണാം. ആയിരക്കണക്കിന് ആടുകളാണ് ജോബിനുണ്ടായിരുന്നത്. അവരെയൊക്കെ മേയിച്ചുകൊണ്ടിരുന്നവരെയൊക്കെ കൊന്ന് അതിലേക്ക് തട്ടിക്കൊണ്ടുപോയി. ഇപ്പം ഇവരുടെ വീട്ടിലെ ആടുകളെ മേയ്ക്കുന്നു, ഒരു ടെൻഷനുമില്ല. പശുക്കൾ പ്രസവിക്കുന്നു, പാൽ തരുന്നു, എല്ലാം കൊടുക്കുന്നു. എന്നിട്ടും അവർക്ക് ഒരനർത്ഥവും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വേദനയാണ് ജോബ് ഇവിടെ പറയുന്നത്. അവർ നൃത്തം ചെയ്യുന്നു, ഉല്ലാസനൃത്തം. അവർ ഉല്ലാസനൃത്തം ചെയ്യുന്നു. അവർ വീണയും തമ്പുരാവും വീട്ടി പാടുകയും ചെയ്യുന്നു. അവർ വീണ വീട്ടി പാടുകയും ചെയ്യുന്നു, ഉല്ലസിക്കുകയാണ്. പാട്ടുപാടി സന്തോഷമായി കഴിയും. ഞാനാകട്ടെ എൻ്റെ ചർമ്മം ഓട് കഷ്ണം കൊണ്ട് ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ നഷ്ടപ്പെട്ടു പോയി. അതിലൂടെയാണ് ജോബ് സങ്കടത്തോടെ പറയുന്നത്. ഹല്ലേലൂയ. കുഴൽ നാദത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അവർ കുഴലൂതി ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അവർക്ക് ഐശ്വര്യത്തോടെ ദിനങ്ങൾ കഴിയുന്നു. ഐശ്വര്യത്തോടെയുള്ള ദിനങ്ങൾ കഴിയുന്നു. അവർക്കൊന്നിനും കുറവില്ല, എല്ലാമുണ്ട്. അങ്ങനെ ജോബ് അവരോട് പറയുന്നു, സമാധാനത്തോടെ അവർ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. സമാധാനത്തോടെ, ഒന്നിനും ഒരു കുറവില്ല. പക്ഷെ ജോബിന് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, സാധാരണമായിട്ടുള്ളൊരു വാക്കാണ് കർത്താവ് തകർത്ത് കളഞ്ഞാൽ അവരുടെ കുടുംബജീവിതം ഒറ്റ നിമിഷം കൊണ്ട്
കർത്താവ് അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് അവന് അത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും, യേശുനാഥൻ വഞ്ചിയിൽ കയറി ഒരു ദേശത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ വഞ്ചിയിൽ നിന്ന് ഇറങ്ങി ഉടനെ ലെഗിയോൻ വ്യാപിച്ച ഒരുത്തൻ അലറി തൂകി യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി വരും കല്ലുമായിട്ട്. ആ നാട്ടിൽ അവർക്ക് ഭയങ്കര ഭയമായതാണ്. കാരണം അവനെ ഉപദ്രവിക്കും. ആരെയും കിട്ടിയില്ലെങ്കിൽ അവൻ സ്വയം കല്ലെടുത്തിട്ട് അവൻ്റെ ശരീരം കുത്തി മുറിപ്പെടുത്തും. മാർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്കത് കാണാൻ പറ്റും. 5-ാമത്തെ അധ്യായത്തിൽ സ്വയം മുറിവേൽപ്പിച്ച് രക്തം അങ്ങനെ ഒരു ശവക്കല്ലറയിലാണ് നടക്കുന്നത്. അപ്പൊ യേശുവിനെ കണ്ട ഉടനെ അവൻ ഓടി വരെയും ഓടി വന്ന ഉടനെ യേശു അവന്റെ മുഖത്തേക്ക് നോക്കി. ഉടനെ അവനവിടെ നിൽക്കുന്നു. ഉടനെ യേശു സ്നേഹത്തോടെ ചോദിക്കുന്നു, നിന്റെ പേര് നോക്കി. യേശുനാഥന്റെ ആ പെരുമാറ്റം ഒന്ന് നോക്കി ഒരു നിമിഷം ആലോചിച്ച്, യേശു നിൽക്കൂ, എന്നിൽ ദൂരെ പോകും എന്നൊന്നും പറഞ്ഞില്ല. അടുത്ത് വന്നപ്പോൾ യേശു അവനോട് ചോദിക്കുകയാണ്, നിന്റെ പേര് എന്താണ്? ഉടനെ അവൻ പറയും, ലെഗിയോൻ. പിന്നെ അവൻ യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങളെ വിട്ടകന്നു പോകും. പക്ഷെ യേശു ആദ്യമേ കൽപ്പിച്ചിരുന്നു അവനിൽ നിന്നും പുറത്തു വരുന്നു. അങ്ങനെ 2000 പന്നികളുടെ അടുത്തേക്ക് ഇവരിൽ പിടികൂടിയ ദുരാത്മാവ് അതിലേക്ക് കയറി. അത് ഇവൻ ചോദിച്ചുകൊണ്ടാണ് കർത്താവ് അനുവദിക്കുന്നത്. ചോദിക്കുന്നുണ്ട്, ആ പന്നിക്കൂട്ടത്തിലേക്ക് ഞങ്ങൾ പൊയ്ക്കോട്ടെ. യേശു അനുവദിക്കുകയും പൊയ്ക്കൊള്ളുക. അങ്ങനെ അവൻ്റെ ലെഗിയോൻ ബാധിച്ച അവനിൽ നിന്നും 2000 പന്നികളുടെ നേരത്തേക്ക് പിശാചുക്കൾ കയറി ചൂട് സഹിക്കാൻ കഴിയാണ്ട് കടലിൽ മുങ്ങി ചത്തുപോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വ്യക്തിയുടെ മേൽ 2000 പിശാചുക്കൾ കടന്നൽ പോലെ തേനീച്ച പോലെ പൊതിഞ്ഞ് കിടക്കുമ്പോൾ അവൻ്റെ ജീവിതം എന്തായിരിക്കും? അവൻ്റെ വഴി എന്തായിരിക്കും? അവര് പോക്ക് എങ്ങോട്ടാക്കായിരിക്കും? ആ സാത്താൻ അവനെ ബന്ധിച്ചിട്ടിരിക്കുന്നുണ്ടാവും. രക്ഷപ്പെടുന്നില്ല. കർത്താവ് അവനെ രക്ഷിക്കുന്നുണ്ടാവും. കർത്താവ് അനുവദിക്കുന്നത് കൊണ്ടാണ്, അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് അവൻ ആ പന്നികളിലേക്ക് കയറി കടലിൽ മുങ്ങിച്ചാകുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. വചനത്തിലേക്ക് വരാം. 14-ാം അധ്യായം. അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടു പോവുക. സമാധാനത്തോടെ അവർ പാതാളത്തിലേക്ക് ഇറങ്ങുന്നു. അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടു പോവുക. ഈ സമ്പത്തൊക്കെ കൂടിക്കഴിയുമ്പോൾ ഒരു ചില കുടുംബങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ദൈവത്തെ മറന്നുള്ള ജീവിതം. ഇതെവിടെ നിന്നുണ്ടായി? ഇതെവിടെ നിന്ന് തന്നു? ആര് തന്നു? അതൊന്നും അവർ ചിന്തിക്കില്ല. മക്കളൊന്നും ഒരിക്കലും ചിന്തിക്കില്ല. അവരടിച്ചു പൊളിച്ചു കഴിഞ്ഞു. ഇവിടെ പറയണുണ്ടോ? അവർ ദൈവത്തോട് പറയുന്നു, ഞങ്ങളെ വിട്ടു പോവുക, ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീ പോവുക. വികാരം, അഹങ്കാരം കയറുമ്പോൾ സാത്താൻ കയറി വന്ന് വായി തോന്നിയതൊക്കെ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ വഴികൾ, അങ്ങയുടെ മാർഗങ്ങൾ, അങ്ങയുടെ നല്ല വെളിച്ചമായ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. യോബിന്റെ പുസ്തകം 21-ാം അധ്യായം 14-ാം വാക്യമാണ് കേട്ടോ. അങ്ങയുടെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. 15-ാം വാക്യം. ഞങ്ങൾ സർവശക്തനെ സേവിക്കാൻ അവനാരെ? ഇവർ ചോദിക്കുന്നുണ്ടോ? ഞങ്ങൾ സർവശക്തനെ സേവിക്കാൻ അവൻ ആരാണ്? അവനാര്? അവനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ചില കുടുംബങ്ങളിൽ ഇത് കാണാൻ പറ്റും. പ്രാർത്ഥിച്ചിട്ടും നീ എനിക്ക് തന്നില്ലല്ലോ എന്നുള്ള ദുഃഖം അവരെ അലട്ടിക്കഴിയുമ്പോൾ അവര് പറയും,
നീ ആര്? ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോലും നീ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ. എല്ലാം കർത്താവ് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യനിലെ അഹങ്കാരം കേൾക്കഴിഞ്ഞാൽ ദൈവത്തെ മറക്കും, ദൈവപുത്രനെ മറക്കും. അവൻ ചെയ്യുന്ന പ്രവൃത്തികളെ തടസ്സപ്പെടുത്തി കളയും. എളിയ അവനോട് പ്രാർത്ഥിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? 15-ാം ഭാഗത്തിലാണ് ഞങ്ങൾ സർവശക്തനെ സേവിക്കാൻ അവൻ ആരാണ്? അവനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? 16-ാം വാക്യം അവരുടെ ഐശ്വര്യം അവർക്ക് അന്ത്യദിനമല്ല, ദുഷ്ടന്റെ ആലോചന എനിക്ക് സ്വീകാര്യമല്ല. ദുഷ്ടന്റെ ആലോചനയും എനിക്ക് സ്വീകാര്യമല്ല. ഹല്ലേലൂയ. ദുഷ്ടരുടെ പാദങ്ങൾ, ദുഷ്ടരുടെ ദീപങ്ങൾ അണച്ചു കളയുന്നതും എത്ര സാധാരണം. ദുഷ്ടന്റെ വിളക്ക്, ഇരുട്ടാണ് അവർക്ക് ഇഷ്ടം, വെളിച്ചത്തേക്ക് അവർ വരില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമുക്ക് കാണാൻ പറ്റും ലോകം അല്ലേ, എന്തുമാത്രം മോശമായിട്ടാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതും പേരുകെട്ട ജില്ലകൾ, എറണാകുളം, മലപ്പുറം, തിരുവനന്തപുരം, കോട്ടയം അല്ലെ, ഇങ്ങനെ വലിയ വലിയ പേരുകെട്ട പട്ടണങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നശിക്കണേ? മയക്കുമരുന്ന് അല്ലേ, എന്തെല്ലാം സാധനങ്ങളാണ് നമ്മുടെ സ്റ്റുഡൻസ്, കൊച്ചു പിള്ളേർ ഉപയോഗിക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന മക്കളൊക്കെ ഇതിൻ്റെയൊക്കെ അടിമേന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു ഭയങ്കരമായിട്ട്. അത് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ്റിന് പറ്റുന്നുണ്ടോ? വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നും കൂടെ കണ്ടോ മലപ്പുറത്ത് എന്താണല്ലേ, ഭയങ്കരമാണ്. പെൺകുട്ടികൾ വരെ ഈ മയക്കുമരുന്നിന് അടിമയായിട്ട് വിൽക്കലും കാശിന് വേണ്ടി എന്താ നശിപ്പിക്കലും. രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഒറ്റ വഴിയുള്ളൂ, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ഇനിയുള്ള കാലം മുന്നോട്ട് നമ്മുടെ മക്കൾ സുരക്ഷിതമായിട്ട് കഴിയുള്ളൂ. നമ്മൾ എന്ത് ഉറപ്പിലാണ് ഈ മക്കളെയെല്ലാം ഡിഗ്രിക്കൊക്കെ പഠിക്കാനായിട്ട് വിടണം, കോളേജിലും ഡിഗ്രിയൊക്കെ പഠിക്കാനായിട്ട് വിടുന്നതിൽ എന്തെങ്കിലും ഉറപ്പില്ല. അവർ പോകുന്നു, കിടന്നുറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു. അവർ പോകുന്ന വഴിയൊന്നും നമുക്കറിയാൻ പറ്റില്ല, ഒരിക്കലും അറിയാൻ പറ്റില്ല. അവരുടെ മനസ്സോ അവരുടെ ഹൃദയമോ അവരുടെ ചിന്തയോ ഒരപ്പനും അമ്മയ്ക്കും അറിയാൻ പറ്റില്ല, അറിയാനേ പറ്റില്ല. അവസാനം അറിയുള്ളൂ, അപ്പോഴത്തേനും വൈകിപ്പോയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മുടെ മക്കൾക്ക് ഒരു സാധനം കൊടുക്കാൻ മറന്നു. നല്ലൊരു വില കൂടിയ ചെരുപ്പ്, എനിക്കൊരു 2000 രൂപയുടെ ചെരുപ്പ് ഷൂ വേണമെന്ന് പറഞ്ഞാൽ അപ്പനും അവനെ മേടിച്ചു കൊടുക്കും. എനിക്ക് നാളെ നല്ലൊരു ബൈക്ക് വേണം, അത് മോഡലാണ്, അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ വേണം എന്ന് പറഞ്ഞാൽ ഈ അപ്പന്മാരും അമ്മയും മേടിച്ചു കൊടുക്കും. എൻ്റെ മോനല്ലേ, എൻ്റെ മോളല്ലേ. പക്ഷെ ഒന്നും കൊടുക്കില്ല, ഈ ഭക്ഷണം കൊടുക്കില്ല. കർത്താവിൻ്റെ ഭക്ഷണം ഈ മക്കൾക്ക് കൊടുക്കാത്തതിൻ്റെ പ്രതിഫലമാണ് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്ന ഈ ദുഷ്ടത. മക്കളിലേക്ക് കയറി ഇവനടിക്കുന്നത് നമ്മൾ എത്ര നിയന്ത്രിച്ചാലും അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഫ്രണ്ട്സ് തന്നെ അവരെ നയിക്കണം. നല്ല ഫ്രണ്ട്സായിരിക്കും, പക്ഷെ അവർ കുടിക്കാൻ പോകുന്ന ജ്യൂസ് കടയുമായിട്ട് എന്തെങ്കിലും അല്പം മയക്കുമരുന്നോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവർ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബോധം ഉണ്ടാവില്ല, എന്താ പറയണത്, എന്താ ചെയ്യേണ്ടത്, വീണുപോകും. ഒറ്റ പ്രാവശ്യം എന്തൊക്കെയാണല്ലേ എന്തൊക്കെയാണ് കേൾക്കാൻ, ഞാൻ കേട്ടിട്ട് പോലില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ. അവിടെ ഒഴുകയാണ് ഭയങ്കരമായിട്ട്, പുഴ, ആലുവ പുഴ പോലെ ഒഴുകയാണ്, നീക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ നമുക്ക് കൺട്രോൾ ചെയ്ത് വഴിക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ ആര് വേണം? യേശുനാഥൻ നമ്മുടെ കുടുംബത്തിൽ വരണം, യേശുവിൻ്റെ അമ്മ വരണം. യേശുവിൻ്റെ അമ്മയുടെ മണമായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവനെ നേരെ നിർത്തും. ഹല്ലേലൂയ.
അതിന് നമ്മൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോട് കരങ്ങൾ വിരിച്ചു പിടിച്ച് വചനം വായിക്കണം. ഈ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ കുടുംബക്കാരും സഹോദരന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ പറയുക, 91 സങ്കീർത്തനം ദിവസം മുടങ്ങാതെ വായിച്ചിരിക്കും. 91 സങ്കീർത്തനത്തിന്റെ പ്രത്യേകത നമ്മുടെ മക്കൾക്ക് അത് വേലി കെട്ടി സംരക്ഷിക്കും. അത് അവരോട് പറയുന്നത് നിങ്ങളിത് വായിക്കണം, അവരെ കൊണ്ട് വായിപ്പിക്കണം. അപ്പനും അമ്മയും വായിച്ചത് കൊണ്ട് മക്കൾക്ക് 91 സങ്കീർത്തനത്തിന്റെ വേലി കെട്ടില്ല. എന്താണെന്ന് പറയാൻ കാരണം അറിയാമോ? 91 സങ്കീർത്തനത്തിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. അവിടെ നീ 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 നിനക്ക് നിനക്ക് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും വായിക്കുമ്പോൾ മാത്രമേ 91 സങ്കീർത്തനത്തിന്റെ വചനത്തിന്റെ വേലി കിട്ടുള്ളൂ. അത് വായിക്കുന്ന ആ വ്യക്തിക്ക് മാത്രമേ കിട്ടൂ. ഒരു കുടുംബത്തിൽ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഒരു വ്യക്തി 91 സങ്കീർത്തനം വായിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമേ കിട്ടുള്ളൂ. മറ്റ് 3 മക്കളും അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ, അമ്മയാണ് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ 3 മക്കൾക്കും അപ്പനും കിട്ടില്ല, അമ്മയ്ക്ക് മാത്രമേ ഇത് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. ഈ 91 സങ്കീർത്തനത്തിന്റെ വേദി കിട്ടുള്ളൂ. കാരണം 35 പ്രാവശ്യം ദൈവമായ കർത്താവ് നിനക്ക് നിനക്ക് നിന്നെ നിന്നെ എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ എണ്ണി നോക്കിക്കോ. 91 സങ്കീർത്തനം 1 മുതൽ 16 വരെയുള്ള വചനം വായിക്കുമ്പോൾ നീ നിനക്ക് 35 പ്രാവശ്യം യേശുനാഥൻ പറയുന്നുണ്ട്. അതൊരു വേലിയാണ്. ജോബിനെ വേലി കെട്ടി സംരക്ഷിച്ചതുപോലെയുള്ള പ്രൊട്ടക്ഷനാണ്. ഇത് ഓരോ കുടുംബത്തിലെ ഓരോരുത്തരും വയ്ക്കണം. എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥന കഴിഞ്ഞു കഴിയുമ്പോൾ കൈകോർത്ത് പിടിച്ചിട്ട് ഒരാൾ വായിക്കുമ്പോൾ അടുത്ത ആളും അത് പറയണം. എന്താണ് ആദ്യം വായിക്കുന്നത്? 91 സങ്കീർത്തനം 1 അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും എന്ന് വായിക്കുമ്പോൾ അത് എല്ലാവരും പറയണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും എന്ന് പറയുമ്പോൾ എല്ലാവരും പറയണം എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും. അങ്ങനെ വായിക്കണം. അങ്ങനെ എല്ലാവരും പറയണം. എല്ലാവരുടെയും അധരങ്ങൾ ചലിക്കണം, എല്ലാവരും നാവ് ചലിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവനും ഈ സങ്കീർത്തനം 91 വേലി കെട്ടുകയുള്ളൂ. കാരണം അതിൽ പറയുന്നുണ്ട് നിനക്ക് നിനക്ക് നിനക്കെന്ന്. അതിൽ മാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരാൾ വായിക്കുന്നു, ഒരാൾ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് കിട്ടുകയില്ല. ആ പ്രൊട്ടക്ഷൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് കിട്ടുകയില്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും ചേർന്ന് വായിക്കണം. കണ്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത്? കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. എത്രയാണോ 2ാം വാക്യത്തിലാണ് പറയുന്നത്? 2ാം വാക്യത്തിൽ കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. എത്ര പ്രാവശ്യം പറയുന്നത് നോക്കിയാൽ അതുപോലെ 35 പ്രാവശ്യം ഇതിനകത്ത് ഇതുപോലെ പറയുന്നത് എൻ്റെ, എനിക്ക്, ഞാൻ എന്നിങ്ങനെ എൻ്റെ 35 പ്രാവശ്യം പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് പോകേണ്ട ഒരു മേഖലയാണ് 91 സങ്കീർത്തനത്തിൻ്റെ വേലി. ഒരു വേലി കിടന്നാണ് കൈവിടില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മകളുടെ മേലും യേശുനാഥൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ മണവാളനായ പരിശുദ്ധാത്മാവ് ഭാവിൻ്റെ രൂപത്തിൽ ജോർദാനിൽ ധ്യാനസ്ഥാനം ജയിച്ചപ്പോൾ പുത്രൻ്റെ തോളിൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവ് ഈ മക്കളുടെ മേലെല്ലാം ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മഹത്വം കർത്താവായ ദൈവമേ, നിന്റെ സഹായനായ പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ മേലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നത് തൊട്ട് ടച്ച് ഹീൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി. മനുഷ്യനെ കാണും ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാന
മനുഷ്യനെ കാണും. തുളയും ത്യാഗമേറ്റാലും പാഴ്മുളം തണ്ടും സ്തുതിഗീതം പാടും. ചങ്കുതുളയും ത്യാഗമേറ്റാലും നോവു നൽകിയ നന്മകളോർക്കവേ നോവിച്ച മനുഷ്യനെ നമിച്ചിടാം. നോവു നൽകിയ നന്മകളോർക്കവേ നോവിച്ച മനുഷ്യനെ നമിച്ചിടാം. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും ജീവിതം കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും ജീവിതം കാണും. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് മനസ്സിലാക്കാനെന്തേ പഠിച്ചതിത്ര. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിടും നേരം കുർബാനയായിടും സൃഷ്ടിയെ കാണും. ദൈവം ഒരുക്കിയ സ്നേഹം വിളമ്പിയ സ്നേഹം കുർബാനയായിതാ ദൈവത്തിൻ സ്നേഹം. ദൈവം ഒരുക്കിയ സ്നേഹം